പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. എന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ്. ഒരു മിനിറ്റ്. ആ കേട്ടുന്നത് പാകിസ്ഥാന്റെ പതാകയാണ്. ഒന്ന് നോക്കി. അയ്യോ, അത് ഇന്ത്യ ഫ്ലാഗ് ആണല്ലോ. ഓ, മുസ്ലിങ്ങളാണല്ലോ കേട്ടുന്നത് അല്ലേ? പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. വേറെ വീഡിയോ എടുത്ത് ഇത് പാകിസ്ഥാന്റെ ഫ്ലാഗ് ആണോ നോക്കി. കോൺഗ്രസ് ആസ്ഥാനം രാഹുൽ ഗാന്ധി അല്ലേ അത്? അയ്യോ, അതും ഇന്ത്യന്റെ ഫ്ലാഗ് ആണല്ലോ. മാറ്റി. പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. വേറെ വീഡിയോ എടു. അത് പാകിസ്ഥാന്റെ ആണോ നോക്ക്. അല്ല, ഈ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യയുടെ പതാകയാണല്ലോ മൊത്തം കയറുന്നത്. വേറെ നോക്ക്, അടുത്തൊരു വീഡിയോ നോക്ക്. അതും ഇന്ത്യന്റെ ഫ്ലാഗ്. എന്ത് ചെയ്യും സുജയ? എല്ലാവരും ഇന്ത്യൻ ഫ്ലാഗ് ആണല്ലോ കയറ്റുന്നത്. പറഞ്ഞതില് പാകിസ്ഥാൻ ഫ്ലാഗ് ആരും കേറ്റുന്നില്ല. കോൺഗ്രസ്സുകാരും കേറ്റുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരും കേറ്റുന്നില്ല. ഇനിയോട്ട് മുസ്ലിങ്ങൾ തലപ്പാവൊക്കെ വെച്ച വലിയ മൊലിയാക്കന്മാർ അവരെല്ലാവരും ഇന്ത്യൻ ഫ്ലാഗ് ആണല്ലോ കയറ്റുന്നത്. തെറ്റിപ്പോയാ ഇനി പറഞ്ഞത്. ചിലപ്പോ സുജയ കരുതിയതേ 2002 ശേഷം നാഗ്പൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ടല്ലോ. ഇപ്പൊ ഇത്തവണ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഏറ്റവും വലിയ NGO എന്നൊക്കെ. ആ സംഘടനക്കാര് പതാക കയറ്റാൻ തുടങ്ങിയത് 2002 ശേഷമാണ്. ഇനി അവരുടെ പതാക എങ്ങാനും മാറിപ്പോയോ? അത് വല്ലോ ആണോ ഉദ്ദേശിച്ചത്? से बढ़ के तेरी धूप से रोशन, तेरी हवा पे जिंदा, तू बाग है मेरा, मैं तेरा परिंदा.